أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. ومن جاهد فإنما يجاهد لنفسه إن الله لغني عن العالمين. മന സഹോദര സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഉസാമ ഖയ്യാത്ത് ചർച്ചക്കെടുത്ത വിഷയം നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതായ ജാമിഉം മാനിഉമായ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് അതിൻ്റെ വിശദീകരണം നൽകുകയായിരുന്നു അദ്ദേഹം. അതിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ജാമിഉം മാനിഉമായ പ്രാർത്ഥനകൾ നാം പ്രാർത്ഥിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യേണ്ടതുമാണ്. അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട്, അർത്ഥം അറിഞ്ഞുകൊണ്ട് നാം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയുടെ അകത്ത് ഉൾക്കൊള്ളുന്നതായ തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മെ അത് പ്രേരിപ്പിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതെ, ഖതീബ് പറയുന്നു, ഇന്ന് ഓരോ സത്യവിശ്വാസികൾ അവരുടെ ആ ആദർശത്തിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത്, അവരുടെ ജീവിതത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്, അവരുടെ നിയ്യത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇഹത്തിലും പരത്തിലും വിജയികളായിരിക്കണം എന്നതാണല്ലോ. അപ്പോൾ ആ വിജയം, ആ ലക്ഷ്യം മുമ്പിൽ വെച്ച് ജീവിക്കാൻ വേണ്ടി ഒരു വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ബാധ്യതയുടെ തോത് അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും അവന്റെ ജീവിതത്തെ കെട്ടിപ്പടുത്താൻ അത് സഹായകമാകുന്നതാണ്. നേതാവിന്റെ തോതനുസരിച്ച്, അപ്രകാരം തന്നെ പ്രജകളുടെ തോതനുസരിച്ച്, അവരവരുടെ ചുറ്റുപാട് അനുസരിച്ച്, പണ്ഡിതന്മാർ അവരുടെ ചുറ്റുപാടും അവരുടെ ബാധ്യത അനുസരിച്ച്, പ്രബോധകന്മാർ അവരവരുടെ ബാധ്യത അനുസരിച്ച്, അങ്ങനെ ഓരോരുത്തരും അവനവൻ ജീവിക്കുന്ന ചുറ്റുപാടിലും മേഖലകളിലുമെല്ലാം ഈ ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ട് ജീവിക്കുന്ന വേളയിൽ തീർച്ചയായിട്ടും അവന്റെ ജീവിതത്തിൽ ഒരു ആസ്വാദനത്തോടു കൂടിയുള്ള ജീവിതം ജീവിക്കാനും അവന്റെ ജീവിതം മാനയുള്ള അർത്ഥമുള്ള ജീവിതമാക്കി മാറ്റുവാനും അവനെ അത് പ്രേരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ കാരണം, അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ദീനനാ അല്ലദീ ഹുവ ഇസ്മത്തു അംരിനാ വഅസ്ലിഹ് ലനാ ദുനിയാനാ അല്ലതീ ഫീഹാ മആശുനാ വഅസ്ലിഹ് ലനാ ആഖിറതനാ അല്ലതീ ഫീഹാ മആദുനാ വജ്അൽ ഹയാത സിയാദതൻ ലനാ ഫീ കുല്ലി ഖൈർ വജ്അൽ മൗത റാഹത്തൻ ലനാ മിൻ കുല്ലി ശർ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ നമ്മോട് കൽപ്പിച്ചതും പ്രാർത്ഥിക്കാറുള്ളതുമായ ഒരു ദുആയാണ്. ഈ ദുആയെ, ഈ പ്രാർത്ഥനയെ വിശദീകരിച്ച് ഇന്ന് മക്ക ഇമാമ് സംസാരിക്കുകയായിരുന്നു. അതിൽ വന്നതായ അതിന്റെ ഓരോ ഫഖറ, ഓരോ കലിമ, ഓരോ ഇബാറത്ത് എടുത്തുകൊണ്ട് അതിനെ അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. എൻ്റെ ഓർമ്മയിൽ വരികയാണ്, നമ്മുടെ സ്ഥിരം ക്ലാസ്സിൽ കുറേ ദിവസങ്ങൾ തുടർച്ചയായിട്ട് ഈ പ്രാർത്ഥനയെ നാം പണ്ടൊരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്. ദാറുൽ ഹദീസ് പള്ളിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമ്മളോട് ഓതുന്നത് നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്തേണ്ടത് ഇഹപരലോക ലക്ഷ്യത്തെ മുമ്പിൽ വെച്ചിട്ടായിരിക്കണം എന്നതാണ്. പ്രാർത്ഥന ഓതുന്നത് തന്നെ അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ദീനനാ അല്ലദീ ഹുവ ഇസ്മത്തു അംരിനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുനിയവിയായ കാര്യങ്ങൾ, ഞങ്ങളുടെ ദീനിന്റെ കാര്യങ്ങൾ, അസ്ലിഹ് ലനാ, അത് നീ നന്നാക്കി തരുക റബ്ബേ. എങ്ങനെയുള്ള ദീനാണ്? ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം, ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. ഞങ്ങളുടെ ഉന്നതമായ ലക്ഷ്യം അത്
ഞങ്ങളുടെ ദീന് നന്നായി കിട്ടലാണ്. കാരണം ദീന് നന്നായവന് മാത്രമേ ദുനിയാവ് നന്നാക്കാൻ സാധിക്കുകയുള്ളൂ. ദീന് നന്നായവന് മാത്രമേ ആഖിറത്ത് നന്നാക്കാൻ സാധിക്കുകയുള്ളൂ. ദീന് നന്നാവുക എന്ന് പറഞ്ഞാൽ ദീനിന്റെ പ്രധാന ഭാഗമാകുന്ന വിശ്വാസപരമായ കാര്യം നന്നാവുക എന്നത് മുതൽക്ക് ആരംഭിക്കുന്നു. ഒരു മനുഷ്യന്റെ ദീന് നന്നായി കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവൻ നന്നാക്കിയെടുക്കേണ്ടത് അവന്റെ അഖീദയെയാണ്, അവന്റെ വിശ്വാസപരമായ കാര്യത്തെയാണ്. അവൻ ആരാധന സകലം അത് അള്ളാഹുവിന് സമർപ്പിക്കുക എന്നതാണല്ലോ അഖീദ നന്നാക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനല്ലാതെ ജീവിക്കുകയില്ല, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ മരിക്കുകയില്ല. എന്റെ ശ്വാസോശ്വാസം അവന് ഞാൻ അർപ്പിക്കും, ഞാൻ പരിപൂർണ മുസ്ലിമായി ജീവിക്കും, പരിപൂർണ മുസ്ലിമായി മരിക്കും. അള്ളാഹ് കൽപ്പിച്ചതുപോലെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടണം എന്ന് കൽപ്പിച്ചതിന് ശേഷം പറഞ്ഞ വാക്കാണല്ലോ അത്. അതെ, അപ്പോൾ ദീന് നന്നാവുക എന്ന് പറഞ്ഞാൽ അത് ആദ്യമായി തുടങ്ങേണ്ടത് അഖീദ നന്നാക്കുന്നതിലൂടെയാണ്. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ആദ്യമായി ആത്മപരിശോധന നടത്തേണ്ടത് എന്റെ വിശ്വാസം ക്ലിയർ ആണോ, ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ വല്ല കോട്ടം തട്ടിയിട്ടുണ്ടോ, ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം അത് അള്ളാഹു കൽപ്പിച്ച രൂപത്തിലായിട്ടുണ്ടോ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിലായിട്ടുണ്ടോ, സലഫുസ് സാലിഹീങ്ങൾ വിശ്വസിച്ച രൂപത്തിലായിട്ടുണ്ടോ എന്നതാണ് ആദ്യമായിട്ട് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അത് തന്നെയാണ് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥനയും നമ്മെ പഠിപ്പിക്കുന്നത്. അസ്ലിഹ് ലനാ ദീനനല്ലദീ ഹുവ ഇസ്മത്തു അംരിനാ, ഞങ്ങളുടെ മെയിൻ ലക്ഷ്യമാകുന്ന ഞങ്ങളുടെ മതത്തിനെ സംരക്ഷിക്കുക എന്നതായ ആ ഭാഗം അത് നീ നന്നാക്കണം റബ്ബേ എന്ന് പറയുമ്പോൾ ആരാണ് അതിനെ നന്നാക്കാൻ വേണ്ടി പ്രേരണ നൽകേണ്ടത് അല്ലെങ്കിൽ പരിശ്രമിക്കേണ്ടത്? അത് ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി തന്നെയാണ്. എന്റെ ദീൻ നന്നാക്കണമെന്ന നിർബന്ധം എനക്കുണ്ടായിരിക്കേണ്ടതാണ്. ദീൻ നന്നാക്കാൻ തീരുമാനിക്കുമ്പോൾ മക്ക ഇമാമ് തുടരുന്നു, ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ നന്നാക്കിയെടുക്കൽ അനിവാര്യമായി വരുന്നു. അപ്പോൾ അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം കോട്ടങ്ങൾ, എന്തെല്ലാം വിശ്വാസപരമായ പാളിച്ചകൾ വന്നു പോകാൻ സാധ്യതയുണ്ട്, ആ പാളിച്ചകളെല്ലാം നികറ്റാൻ വേണ്ടി അവൻ പാടുപെടേണ്ടി വരും. അങ്ങനെയുള്ളതായ ചെറുതും വലുതുമായ വിശ്വാസപരമായ കാര്യങ്ങളിൽ വന്നു പോകുന്നതായ കോട്ടങ്ങൾ അതെന്തൊക്കെയാണ് എന്നത് പഠിക്കേണ്ടി വരും, അറിയേണ്ടി വരും. അതിൽ നിന്നിട്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി, അതിൽ നിന്നിട്ട് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി, അതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി, അതിൽ നിന്നിട്ട് മുക്തനാവാൻ വേണ്ടി അവൻ പാടുപെടേണ്ടി വരും. അതാണ് അഖീദ നന്നാക്കുക എന്നത് കൊണ്ട് വിവക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൊണ്ടുള്ള നമ്മുടെ വിശ്വാസം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസത്തിൽ കളങ്കം വരുത്താതിരിക്കുക, അവരിലുള്ള വിശ്വാസത്തിൽ അവന്റെ ഉലൂഹിയ്യത്തിലും റുബൂബിയ്യത്തിലും അവന്റെ അസ്മാ വസിഫാത്തിലുമെല്ലാം നാം വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും മുഖ്യം. ഈ പറഞ്ഞതായ 3 രൂപങ്ങൾ അഖീദയുടെ തൗഹീദിന്റെ വിശ്വാസത്തിന്റെ 3 രൂപങ്ങളിൽ പ്രധാന ഭാഗം അത് തൗഹീദുൽ ഇലാഹിയ അല്ലെങ്കിൽ തൗഹീദുൽ ഉലൂഹിയ അല്ലെങ്കിൽ തൗഹീദുൽ ഇബാദ എന്നതായ ഭാഗമാണ്. അഥവാ ആരാധന അള്ളാഹുവിന് മാത്രമാവുക എന്നത്. ഈ വിശ്വാസമാണ് മക്കക്കാരിൽ ഇല്ലാത്ത വിശ്വാസം. ഈ വിശ്വാസമാണ് മക്കക്കാർ വെറുത്ത വിശ്വാസം. ഈ വിശ്വാസമാണ് മക്കക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോരാടാൻ കാരണമായിരുന്നതായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവർ റസൂലുള്ളാഹിയോട് ചോദിക്കുകയുണ്ടായി, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. മുഹമ്മദേ, താൻ എല്ലാ ദൈവങ്ങളെ ഞങ്ങൾ ആരാധിച്ചിരുന്ന, ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന, വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഈ ദൈവങ്ങളെയെല്ലാം ഒഴിവാക്കി ഒരു ദൈവം മാത്രം മതി എന്ന അത്ഭുതകരമായ സംഭവം അല്ലെങ്കിൽ വാക്കാണോ താൻ പറഞ്ഞു കൂട്ടിയത്? ഇതൊരു അത്ഭുതം തന്നെയാണല്ലോ, എവിടുന്നാണ് താൻ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവരതിനെ നിഷേധിക്കുകയും പ്രതിഷേധിക്കുകയും മാത്രമല്ല ആ വാദം താൻ ഒഴിവാക്കിയില്ലെങ്കിൽ വധിക്കുമെന്നും അല്ലെങ്കിൽ നാടുകടത്തുമെന്നും പല രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഭീഷണിപ്പെടുത്താൻ അവര് തയ്യാറായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തെ എടുക്കാൻ വേണ്ടി മക്കയിൽ അവർ പരിശ്രമിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബേക്കിൽ അണിനിരന്ന, ഈ വിശ്വാസത്തിൽ അണിനിരന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാം ആ മക്കക്കാര്, ആ മക്ക മുശ്രിക്കുകള് ശിക്ഷിക്കുവാനും നാടുകടത്തുവാനും ദ്രോഹിക്കുവാനും മർദ്ദിക്കുവാനും അവർ മനക്കെട്ടു. ഇതെല്ലാം അഖീദയെ നന്നാക്കിയെടുത്തപ്പോൾ ആ റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാകുന്ന
ആ ദീൻ നന്നാക്കണം റബ്ബേ എന്ന പ്രാർത്ഥനയുടെ ഭാഗമുണ്ടല്ലോ. ആ ദീനിന്റെ മെയിൻ ഭാഗമാണ് അഖീദ. ആ അഖീദ നന്നാവുമ്പോഴാണ് ഒരാളുടെ ദീൻ നന്നാവുക. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അമലുകളെ നന്നാക്കിയെടുക്കുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അത് വിശ്വാസപരമായ കാര്യങ്ങളെയാണ് എന്ന് മക്ക ഇമാം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പരിസരത്തിൽ വരുന്നതായ പാളിച്ചകൾ എന്തൊക്കെയാണ് അഖീദയുടെ ഭാഗത്തിൽ എന്നത് ശ്രദ്ധിക്കേണ്ടി വരും. അവകളിൽ നിന്നിട്ട് മുക്തരാവാൻ വേണ്ടി നാം പാടുപെടേണ്ടി വരും. എന്ന് മാത്രമല്ല, നമ്മുടെ കുട്ടികളെയും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ പരിസരത്തെയും നാം ഈ രൂപത്തിൽ തന്നെ വാർത്തെടുക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തതുപോലെ അഖീദ ക്ലിയറിംഗ് നടത്തിയും കൊണ്ട്, വിശ്വാസപരമായ കാര്യങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് അത് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അതെ, അല്ലാത്ത പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, അവർ ചെയ്തതായ അഥവാ ശിർക്ക് ചെയ്യുന്ന വിഭാഗം, അഖീദ നന്നാക്കാത്ത വിഭാഗം, വിശ്വാസ ക്ലിയറിംഗ് നടത്താത്ത വിഭാഗം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാത്തവർ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാത്തവർ, അള്ളാഹുവിന് മാത്രം നേർച്ചയാക്കാത്തവർ, അള്ളാഹുവിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാത്തവർ, അങ്ങനെയുള്ള വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ചെയ്തതായ സർവ്വ നന്മകളിലേക്ക് എത്രയോ സദഖ ചെയ്ത് കാണും, എത്രയോ ചിലപ്പോൾ നോമ്പ് പിടിച്ച് കാണും, എത്രയോ ഹജ്ജ് ചെയ്ത് കാണും. അബൂജഹലൊക്കെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉത്ബത്തും ഹജ്ജ് ചെയ്തിട്ടുണ്ട്, റബീഅത്തും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മക്ക കാഫിര്യങ്ങൾ എന്നിട്ട് ഭൂരിഭാഗവും ഹജ്ജ് ചെയ്തവരാണ്. കാരണം പഴയ കാലഘട്ടത്തിൽ തന്നെ ഹജ്ജ് ഉള്ളത് കൊണ്ട് അവര് ഹജ്ജ് ചെയ്തിരുന്നു. പക്ഷേ അവര് അഖീദ ശരിയാക്കാത്തത് ഹജ്ജാണ് ചെയ്തത്. അങ്ങനെയുള്ള അമലുകളിലേക്ക് അള്ളാഹു ചെല്ലും പരലോകത്തിൽ. എന്നിട്ട് ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ, വെതരപ്പെട്ട ധൂളയാക്കിയ അവകളെ അഥവാ അവരുടെ അമലുകളെ നാം പറപ്പിച്ചു കളയുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് നാം അള്ളാഹുവേ എന്റെ ദീനിന്റെ കാര്യങ്ങൾ നീ നന്നാക്കണമേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം ആദ്യമായിട്ട് നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് അത് എന്തിനെയാണ്? വിശ്വാസപരമായ കാര്യത്തെയാണെന്ന് മക്ക ഇമാം പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ദീനിനെ നന്നാക്കിയെടുക്കാൻ വേണ്ടി അനിവാര്യമായ എന്തെല്ലാം ഉന്നത തലത്ത് നിൽക്കുന്നതായ അമലുകൾ ഉണ്ടോ, നമ്മുടെ ഖദറിനെ ഉയർത്തുന്ന, നമ്മുടെ സ്റ്റാൻഡേർഡിനെ ഉയർത്തുന്ന, നമ്മുടെ പദവിയെ ഉയർത്തുന്ന, നമ്മുടെ അഖ്ലാഖിനെ നന്നാക്കിയെടുക്കുന്ന, നമ്മുടെ ഫളായിലുകളെ നന്നാക്കിയെടുക്കുന്ന, നാം ജനങ്ങളുടെ മുമ്പിൽ കൊള്ളുന്നവരായി മാറുന്ന, ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ജീവിതം ജീവിക്കുന്നവരായി മാറുന്ന, നമുക്ക് സ്വയം സന്തോഷകരമായ ആഹ്ലാദകരമായ ജീവിതം ഭൂമിയിൽ വെച്ചിട്ട് ജീവിക്കാൻ പറ്റുന്നവരായി മാറുന്ന ആ രൂപത്തിലുള്ള ജീവിതം ജീവിക്കാൻ നമ്മെ അത് സഹായിക്കും. അതാണ് അസ്ലിഹ് ലനാ ദീനനല്ലദീ ഹുവ ഇസ്മത്തു അംരിനാ, ഞങ്ങളുടെ ദീനിന്റെ കാര്യങ്ങളെ അത് നീ നന്നാക്കണം റബ്ബേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൊണ്ട് വിവക്ഷ. അപ്പോൾ ആ പ്രാർത്ഥന ഒരാള് ദൈനംദിനം പ്രാർത്ഥിക്കുമ്പോൾ ഏത് സന്ദർഭങ്ങളിലെല്ലാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭമായിട്ട് നാം മനസ്സിലാക്കുന്ന സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്ന സമയത്തിൽ ഞാൻ ഈ ഓതി കേൾപ്പിച്ച മക്ക ഇമാമിൽ നിന്ന് ഓതിയതായ ആ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കി വെക്കുക. എന്നിട്ട് അത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ ആ പ്രാർത്ഥനയെ നാം ചെല്ലുമ്പോൾ തന്നെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെല്ലുന്നതെങ്കിൽ, ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം അത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ആ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നതായ കാര്യങ്ങളെ നന്നാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് അത് പ്രേരണ നൽകും. അതുകൊണ്ട് തന്നെ മക്ക ഇമാം തുടർന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ നഫ്സിനെ തസ്കിയത്ത് ചെയ്തുകൊണ്ട് പരിഷ്കരിച്ച് സംസ്കരിച്ചെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടതായ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നഫ്സാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് പ്രേരണ നൽകും. അങ്ങനെയുള്ളവനാണ് വിജയി എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ആ ഇനത്തിൽ പെടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതേസമയത്ത് വഖദ് ഖാബ മൻ ദസ്സാഹ, നമ്മുടെ നഫ്സിനെ, നമ്മുടെ ആത്മാവിനെ വഞ്ചിച്ച, അതിനെ ദ്രോഹിച്ച, അതിനെ മർദ്ദിച്ച, അതിനെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്താത്ത രൂപത്തിൽ, അതിനെ ബഹുമാനിക്കാത്ത രൂപത്തിൽ, ആദരിക്കാത്ത രൂപത്തിൽ, അതിന് നൽകേണ്ടതായ കൊഴുപ്പും അതിന് നൽകേണ്ടതായ ആരാധനകളും ഇബാദത്തുകളും വിശ്വാസങ്ങളും ക്ലിയറായ അള്ളാഹ് കൽപ്പിച്ച രൂപത്തിലുള്ളതായ ആ സംസ്കാരങ്ങളും ആ രൂപത്തിലുള്ളതായ സംസ്കരണങ്ങളും ആ രൂപത്തിലുള്ളതായ വിശ്വാസങ്ങളും ചടങ്ങുകളും എല്ലാം നാം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നഫ്സിനെ നാം വഞ്ചിച്ച ആളായി മാറി. അവൻ അതോടുകൂടി അവൻ
നഷ്ടപ്പെട്ടവനായി മാറി. ഖദ് ഖാബ മൻ ദസ്സാഹ, ആ വഞ്ചിച്ച വിഭാഗം ആരാണ് ആയി മാറുക? അവൻ നഷ്ടപ്പെട്ടവനായി മാറുന്നതാണ് എന്ന് അള്ളാഹു ഖുർആൻ പറഞ്ഞതായ ഇനത്തിൽ പെടുന്നതാണ്. ആ രൂപത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ദീനിനെ നന്നാക്കിയ ആളായി നാം മാറുകയുള്ളൂ. അപ്പോഴാണ് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനയുടെ കൊഴുപ്പ് നാം ഉൾക്കൊണ്ട വ്യക്തിയായിട്ട് ജീവിക്കാൻ നമ്മെ അത് സഹായിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അസ്ലഹലനാ ദീനനല്ലദീ ഹുവ ഇസ്മത്തു അംരിന എന്ന് നാം അള്ളാഹുവിനോട് പറയുമ്പോൾ ആ ദീനിനെ നന്നാക്കി എടുക്കുന്നതിൽ, വിശ്വാസപരമായ കാര്യം നന്നാക്കി എടുക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ അനിശ്ചിത നേതാവായ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിശുദ്ധ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നമ്മുടെ കണ്ണായ കരളായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമുക്ക് ഇത്തിബാ ഉണ്ടാവേണ്ടി വരും. അവരുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതമാക്കി മാറ്റണമെന്ന നിർബന്ധം നമുക്കുണ്ടാവും. അപ്പോൾ അവരുടെ ജീവിതം പഠിക്കേണ്ടി വരും. അവരുടെ ജീവിതം ഏത് രൂപത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. അവരുടെ വ്യക്തി, സാമൂഹിക, സാമ്പത്തിക ജീവിതം ഏതൊക്കെ രൂപത്തിലായിരുന്നു എന്നതും സ്വകാര്യ ജീവിതം ഏതൊക്കെ രൂപത്തിലായിരുന്നു എന്നതും പഠിക്കേണ്ടി വരും. അപ്പോൾ ഖുർആനിനോടൊപ്പം ഖുർആനിന്റെ വിശദാംശമാകുന്ന നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സീറ ഉൾക്കൊള്ളുന്ന, ഹിസ്റ്ററി ഉൾക്കൊള്ളുന്ന, നിർവചനം ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ആ പ്രവാചക പ്രഭുവിന്റെ പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്നതായ ആ ഹദീസുകൾ എന്ന പേരിൽ നാം പഠിച്ചു വരുന്നതായ ഭാഗങ്ങളിൽ നമുക്ക് അനിവാര്യമായ, അത്യാവശ്യമായ നമ്മുടെ അമലുകൾ ക്ലിയർ ആക്കാൻ വേണ്ടി അനിവാര്യമായ ഭാഗങ്ങൾ പഠിക്കേണ്ടി വരും, അറിയേണ്ടി വരും. അള്ളാഹു പറയുന്നു, മാ അതാകുമുർ റസൂലു ഫഖുദൂഹ്, മുഹമ്മദ് നബി എന്ത് നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നുവോ അതിന് നിങ്ങൾ മുറുകെ പിടിക്കുക. ഒമാ നഹാകും അൻഹു ഫൻതഹു, നിങ്ങളോട് റസൂൽ എന്തിനെയെല്ലാം വിരോധിക്കുന്നുവോ മുഹമ്മദ് അത് നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യുക. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ കൽപ്പിക്കുന്നതും അതിൽപ്പെട്ടു, ഹദീസിലൂടെ കൽപ്പിക്കുന്നത് അതിൽപ്പെട്ടു. റസൂലുള്ള കൽപ്പിക്കുന്നത് എന്നതാണ്, റസൂലുള്ള കൊണ്ടുവരുന്നത് എന്നതാണ് അള്ളാഹു പറഞ്ഞത്. അതെല്ലാം ഉൾക്കൊള്ളണം. അപ്പോഴേ നമുക്ക് നമ്മുടെ ദീന് നന്നാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു തുടരുന്നു, അങ്ങനെ ആ ആയത്തിനെ അതേ രൂപത്തിൽ മനസ്സിലാക്കാത്തതായ ഹദീസ് നിഷേധികളായ മൂന്നൊഫത്തിന്റെ ആൾക്കാരെ പോലത്തെ വിഭാഗത്തിന് വാണി നൽകുന്നതായിരിക്കാം. അള്ളാഹു പറയുന്നു, വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക. അള്ളാഹു ശിക്ഷിക്കുമ്പോൾ വളരെ ശക്തിയുള്ള ശിക്ഷ ശിക്ഷിക്കുന്ന ശക്തനാണ്. അതുകൊണ്ട് റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണം. റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണിനിരക്കുന്ന കാര്യത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പാലിക്കുന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് സമാപിച്ചത്. അതുപോലെ തന്നെ മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി, മുഹമ്മദ് നബിയുടെ കൽപ്പനയ്ക്ക് വിപരീതം ആര് ജീവിക്കുന്നുവോ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, നിങ്ങൾ അവർക്ക് വാണിംഗ് നൽകുക, നിങ്ങൾ അവരെ പേടിപ്പിച്ചറിയിക്കുക. എന്ത്? അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം, അവർക്ക് മഹാനാശം, മഹാഫിത്ന വരാൻ പോകുന്നുണ്ട്, അപകടം നേരിടാൻ പോകുന്നുണ്ട്. അവർക്ക് കഠിനമായ പരലോക ശിക്ഷയിൽ നിന്നിട്ട് മോചിക്കാൻ സാധിക്കുന്നതല്ല, അത് അവർക്ക് നേരിടേണ്ടി വരും. എപ്പോൾ? മുഹമ്മദ് നബിയുടെ കൽപ്പന പാലിച്ചില്ലെങ്കിൽ, മുഹമ്മദ് നബിയുടെ പിന്നിലാണ് നടന്നില്ലെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ കൽപ്പന, ആ പ്രവാചക പ്രഭുവിന്റെ പ്രവചനങ്ങൾ അഥവാ ഹദീസ് അത് പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ച് ജീവിതത്തിൽ പകർത്തിയിട്ടില്ലെങ്കിൽ ഖുർആനിന് പുറമെ ഖുർആനോടൊപ്പം ഇതിനെയും കൂടി അഥവാ ഹദീസിനെയും കൂടി നാം മനസ്സിലാക്കുമ്പോൾ, അത് ഉൾക്കൊള്ളുമ്പോൾ, അത് അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമാണ് ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ ഫിറ്റാക്കിയവരായി മാറുക. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, റസൂല, അള്ളാഹുവിന്റെ റസൂലിനെ ഒരാൾ അനുസരിച്ച് കഴിഞ്ഞാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അനുസരിച്ചത് അള്ളാഹുനെയാണ് എന്ന് പറയാൻ കാരണം, അപ്പോൾ ഈ പറഞ്ഞതൊക്കെ മക്ക ഇമാമ് വിശദീകരിച്ചതായ ദീനിനെ നന്നാക്കി എടുക്കുക എന്ന കാര്യത്തിന്റെ വിശദീകരണമാണ്. റസൂലുള്ളാഹി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണത്. അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ദീനനല്ലദീ ഹുവ ഇസ്മത്തു അംരിന എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനയുടെ രക്തചുരുക്കമാണ് നിങ്ങൾ ഇത് ഈ കേട്ടത്, മക്ക ഇമാമിന്റെ വിശദീകരണം. പിന്നെ രണ്ടാമത്തേത് സലാഹു ദുനിയയാണ്, ദുനിയാവിനെ നന്നാക്കി എടുക്കുക. രണ്ടാമത്തെ ആ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം എന്താണ്? വസ്ലിഹ് ലനാ ദുനിയാനല്ലതി ഫിഹാ മആശുന, ഞങ്ങൾ ജീവിക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, നാം ഇവിടെ കഴിച്ചുകൂട്ടുന്ന പരലോകത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ളതായ ഒരു പാലമായി ഉപയോഗിക്കുന്നതായ, ഒരു നിഴലായി ഉപയോഗിക്കുന്നതായ, ഒരു തണലായി ഉപയോഗിക്കുന്നതായ ഈ ദുനിയാവിന്റെ കാര്യങ്ങളും നീ നന്നാക്കി തരണം റബ്ബേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു നാം. അങ്ങനെയുള്ള പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അകത്ത് ഉൾക്കൊള്ളുന്നത് എന്താണ്? നമ്മുടെ റിസ്ഖ് ആ നല്ല റിസ്ഖായി മാറണം, നല്ല റിസ്ഖാക്കി മാറ്റണം. നാം സമ്പാദിക്കുന്ന
സമ്പാദ്യം അള്ളാഹു ഇഷ്ടപ്പെട്ടതായ സമ്പാദ്യമാക്കി മാറ്റണം. അതുപോലെ തന്നെ നമുക്ക് നല്ല കുട്ടികൾ, നല്ല സന്താനങ്ങൾ, നല്ല ഭാര്യമാര്, നല്ല വീട്, നല്ല കാറ്, നല്ല ജീവിതം, നല്ല ബിസിനസ് എല്ലാം നല്ലതാക്കി മാറ്റണം. അപ്പോഴാണ് നമ്മുടെ ദുനിയാവ് നല്ലതായി മാറുക. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന് ഇൻഷിറാഹ് സദ്ർ ഉണ്ടാകും. നമ്മുടെ ഹൃദയം നല്ല പ്രസന്നതയുള്ള, നല്ല സന്തോഷത്തോടു കൂടിയുള്ളതായ ജീവിതമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ബർക്കത്തു ഫിൽ ഉംരി, നമ്മുടെ ജീവിതത്തിൽ സകലം പവിത്രതയുള്ളതായ ബർക്കത്തുള്ള ജീവിതമാക്കി മാറ്റാൻ അതിലൂടെ സാധിക്കും. അതാണ് നമ്മുടെ ദുനിയാവ് നന്നാക്കുക എന്ന വാക്കുകൊണ്ട് വിവക്ഷ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവ് നന്നാക്കുന്ന ഇനത്തിൽപ്പെട്ടതാണ് നമ്മുടെ ശരീരം ആരോഗ്യമുള്ള ശരീരമാക്കി മാറ്റുക. ആരോഗ്യമുള്ള ശരീരമാക്കി മാറ്റണമെന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ നാം ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞതുപോലെ, മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ബദനിഹി വമഅഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹൈസത് ലഹു ദുനിയ ബിഹദാഫിരിഹാ എന്ന ഹദീസ് ഇന്ന് മക്ക ഇമാം സാന്ദർഭോചിതമായിട്ട് ദുനിയാവിനെ നന്നാക്കി എടുക്കണമെന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഓതുകയുണ്ടായി. മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാൻ സാധിച്ചാൽ, മുആഫൻ ഫീ ബദനിഹി, അവന്റെ ശരീരം ആരോഗ്യമുള്ള ശരീരമായതോടൊപ്പം, അപ്പോൾ ആരോഗ്യമുള്ള ശരീരം, സുരക്ഷിതത്വത്തോടു കൂടിയുള്ളതായ ജീവിതം, അതുപോലെ തന്നെ മാഹു ഖൂതു യൗമിഹി, അവന് ഓരോ ദിവസം ജീവിക്കാനുള്ളതായ ഭക്ഷണവും പാനീയവും, അവന് ജീവിക്കാനുള്ളതായ റിസ്ഖും അവന്റെ കൂടെ ഉണ്ടെങ്കിൽ ഫകഅന്നമാ ഹൈസത് ലഹു ദുനിയ ബിഹദാഫിരിഹാ, അവൻ ദുനിയാവിനെ ആസകലം ഭരിക്കുന്ന ഒരു ഭരണകർത്താവിനെ പോലെ ആയി മാറുന്നതാണ്. അഥവാ ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാം അവന് ലഭിച്ചു എന്ന അർത്ഥത്തിലേക്ക്. അപ്പോൾ അവന്റെ ദുനിയാവ് നന്നാക്കി എടുക്കുക എന്നതായ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ അകത്ത് ഉൾക്കൊള്ളുന്നതായ ഭാഗമാണ് ഈ ദുനിയാവിനെ നന്നാക്കി എടുക്കാൻ വേണ്ടി നാം അള്ളാഹു കൽപ്പിച്ച രൂപം കൈക്കൊള്ളണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പാദിക്കാൻ വേണ്ടി ഏത് രൂപത്തിലാണ് പറഞ്ഞത് ആ രൂപത്തിൽ സമ്പാദിക്കാൻ, ആ രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി നാം പാടുപെടണം. ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫ എന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിനെയും മക്ക ഇമാം ഓതിയതായിട്ട് കേട്ടു. ഒരു മനുഷ്യൻ വിജയിച്ചു. എങ്ങനെയുള്ള മനുഷ്യരാണ്? അവൻ അള്ളാഹുവിന് സമർപ്പണം നടത്തി, അഥവാ മുസ്ലിമായി, ഉറുസിഖ കഫാഫ, അതേ സമയത്ത് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യമുള്ളതായ റിസ്ഖ് ലഭിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ആ കിട്ടിയതിൽ അവൻ പ്രീതി അടയുകയും ചെയ്തു. ഇത് വളരെ ചുരുക്കം പേരിൽ മാത്രമേ പ്രകടമാവുകയുള്ളൂ, കാണുകയുള്ളൂ. അള്ളാഹ് തന്നതിൽ പ്രീതിപ്പെടുക, ചുരുക്കമാണെങ്കിൽ ചുരുക്കം, അല്പമാണെങ്കിൽ അല്പം, അത് ഹലാല് മാത്രം മതി, ഹറാമ് വേണ്ട, ഹലാലിൽ മാത്രം പരിമിതമായാൽ മതി, ഹറാമ് വേണ്ട എന്ന് മനസ്സിലാക്കിയും കൊണ്ട് ജീവിക്കാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവൻ വിജയിയായി മാറി എന്ന് റസൂലുള്ളാഹി പറയുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മക്ക ഇമാം ഉണർത്തുകയാണ്, വഞ്ചനയില്ലാത്ത, വെശ്ശില്ലാത്ത, ചതിവില്ലാത്ത, തട്ടിപ്പില്ലാത്ത, വെട്ടിപ്പില്ലാത്ത, അക്രമമില്ലാത്ത, അനീതിയില്ലാത്ത, എന്തെല്ലാം രൂപത്തിൽ തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യമുണ്ടോ അവകളിൽ നിന്നെല്ലാം മുക്തരായി കൊണ്ട് ജീവിക്കുന്നതായ ജീവിതമായി മാറാൻ വേണ്ടി പരിശ്രമിക്കേണ്ടി വരും. അപ്പോഴാണ് സലാഹു ദുനിയ എന്ന ആ ദുനിയാവ് നന്നാക്കി എടുക്കുക എന്ന പ്രത്യേകത നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വളരെ നീട്ടി വലിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ടൈമിന്റെ പരിമിതി കാരണത്താൽ നമുക്ക് ഷോർട്ടാക്കാം. സലാഹുൽ ആഖിറ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ ഫഖറ എന്താണ്? ഹദീസിന്റെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ നിങ്ങൾ പ്രാർത്ഥന പഠിച്ചല്ലോ. അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ദീനന അല്ലദീ ഹുവ ഇസ്മത്തു അംരിനാ വഅസ്ലിഹ് ലനാ ദുനിയാന അല്ലതീ ഫീഹാ മആശുനാ വഅസ്ലിഹ് ലനാ ആഖിറതന അല്ലതീ ഫീഹാ മആദുനാ ഇലൈഹ എന്ന് റിപ്പോർട്ട് ഉണ്ട്. എല്ലാം ശരി തന്നെയാണ്. വജഅലിൽ ഹയാത സിയാദത്തൻ ലനാ ഫീ കുല്ലി ഖൈർ വജഅലിൽ മൗത റാഹത്തൻ ലനാ മിൻ കുല്ലി ശർ. ഇതാണ് പ്രാർത്ഥനയുടെ പരിപൂർണ്ണ രൂപം. അതിൽ മൂന്നാമത്തെ ഭാഗമാണ്, അല്ലാഹുവേ എന്റെ ആഖിറത്തിന്റെ കാര്യം നന്നാക്കണം, ആഖിറം വിജയിക്കണം, ആഖിറത്തിലുള്ളതായ വിജയം, അതാണ് മുഖ്യമായ വിജയം. അതിനുവേണ്ടിയാണ് നാം ജീവിക്കുന്നത്. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം, അതാണ് നമ്മുടെ ഹദഫ്. അറബി ഭാഷയിൽ ഹദഫ് എന്നാ പറയുക. ഹദഫ് എന്ന് പറഞ്ഞാൽ ഈ നാം സാധാരണ പന്ത് കളിയൊക്കെ കേൾക്കുന്ന സമയത്ത് അതിന്റെ പ്രധാന ലക്ഷ്യം എവിടെയാണ് നിൽക്കുന്നത്? ഗോള്, എവിടെയാണ് ഗോൾ അടിക്കുന്നത്, എത്ര ഗോള് കിട്ടി എന്നതാണ്. എന്നതുപോലെ ഹദഫ് അതാണ് ലക്ഷ്യം. ഏത് ലക്ഷ്യം? നമ്മുടെ പരലോക മോക്ഷം എന്ന ലക്ഷ്യം. ആ പരലോക മോക്ഷം അഥവാ വിജയിക്കുക, പരലോകത്തിൽ അത്തഖിയായി മാറുക, പരലോകത്തിൽ ഹിസാബും അദാബും ഇല്ലാത്ത രൂപത്തിൽ
രൂപത്തിൽ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുക പരലോകത്തിൽ. അതാണ് നമ്മുടെ പരലോകത്തിലുള്ളതായ മെയിൻ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തണം. അമ്മല്ലദീന സുഇദു ഫഫിൽ ജന്നത്തി ഖാലിദീന ഫിഹാ മാ ദാമത്തിസ് സമാവാതു വൽ അർദ് ഇല്ലാ മാ ശാഅ റബ്ബുക അതാഅൻ ഗൈറ മജ്ദൂദ് എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറയുകയാണ്. അമ്മല്ലദീന സുഇദു, ആരാണ് വിജയികൾ? ഫഫിൽ ജന്ന, പരലോകത്തിൽ യഥാർത്ഥ വിജയികൾ ആരാണ്? അവരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ. എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? ഖാലിദീന ഫിഹാ, എന്നെന്നും സ്ഥിരമായി, എന്നെന്നും കാലാകാലമായി, മാദാമത്തിസ് സമാവാതു വൽ അർദ്, ആകാശഭൂമി നിലകൊള്ളുന്നതായ കാലത്തോളം. അഥവാ ആകാശഭൂമി, പരലോകത്തിലുള്ള ആകാശഭൂമിയാണ് ലക്ഷ്യം. അതെ, ഇല്ലാ മാ ശാഅ റബ്ബുക്, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴിച്ച്, അതാഅൻ ഗൈറ മജ്ദൂദ്, അത് അല്ലാഹുവിന്റെ അറ്റുപോകാത്തതായ അതാ ആണ്, അറ്റുപോകാത്തതായ ആ പ്രതിഫലമാണത്. ആ പ്രതിഫലം ലഭിക്കുന്നവരാണ് വിജയികൾ. അങ്ങനെയുള്ള ഇനത്തെല്ലാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞ വിഭാഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പല പല ശൈലികൾ ഖുർആനിൽ പല പല രൂപത്തിൽ, ഖുർആനിൽ പല പല സ്ഥലങ്ങളിൽ മടക്കി 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 പറയുന്നതായിട്ട് കാണാം. ഫമാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ഒരു മനുഷ്യന്റെ ഗ്രന്ഥം, അവന്റെ നന്മ തിന്മ എഴുതപ്പെട്ടതായ ഗ്രന്ഥം അവന്റെ വലത് കൈയിലാണ് നൽകപ്പെട്ടതെങ്കിൽ ഫയഖൂലു ഹാ ഉഖ്റഉ കിതാബിയ, അവൻ സന്തോഷത്തിന്റെ കടുപ്പം കൊണ്ട് അവൻ ജനങ്ങളോട് അട്ടഹാസിച്ച് പറയുന്നതാണ്, വരൂ നോക്കൂ എന്റെ ഗ്രന്ഥത്തെ, എന്നിലേക്ക് നൽകപ്പെട്ടതായ ഗ്രന്ഥത്തിന്റെ സ്ഥിതി എന്താണ്? അതിൽ മുഴുവനും നന്മകൾ മാത്രമേ ഉള്ളൂ. അതിൽ മുഴുവനും നമസ്കാരങ്ങളും നോമ്പുകളും സക്കാത്തുകളും രാത്രി ഹയാത്താക്കലുകളും പ്രാർത്ഥനകളും അള്ളാഹുവിന് മാത്രമുള്ള ആ തേട്ടങ്ങളും അള്ളാഹുവിനോട് മാത്രമുള്ളതായ ആ സമീപനങ്ങളും അള്ളാഹുവിന് വേണ്ടി അള്ളാഹിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്തതായ അമലുകളും മാത്രമേ ഉള്ളൂ. അതിൽ ശിർക്കില്ല, അതിൽ തോന്നിവാസമില്ല, അതിൽ അനാചാരമില്ല, അക്രമമില്ല, അനീതിയില്ല, അതിൽ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കലില്ല, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കലില്ല, അള്ളാഹു അല്ലാത്തവർക്ക് അറക്കലില്ല. അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തിന്റെ ആരാധനകളുടെ സർവ്വ ഇനങ്ങളും സമർപ്പിക്കലുള്ളൂ. അങ്ങനെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതായ കാര്യങ്ങൾ മാത്രമാണ് എന്റെ ഗ്രന്ഥത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സന്തോഷിക്കുന്നതും ആഹ്ലാദിക്കുന്നതും അട്ടഹാസിക്കുന്നതുമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ പരലോക വിജയമാണ് നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത്. ആ പരലോക വിജയം ലക്ഷ്യമാക്കാൻ വേണ്ടി ജീവിക്കുന്ന വ്യക്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഫിഹാ മആദുന, ഞങ്ങൾ മടങ്ങിപ്പോകുന്നതായ ആ ലോകം അത് നന്നാക്കി തരണം റബ്ബേ, അഥവാ വിജയപ്രദമാക്കി മാറ്റണേ റബ്ബേ എന്ന് നാം റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇനത്തിൽ നാം എല്ലാവരെയും പെടുത്തുമാറാകട്ടെ. അതുകൊണ്ടാണ് നാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ചെറിയ ഷോർട്ടായ പ്രാർത്ഥന നാം സാധാരണ പറയാറുണ്ട്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വളരെ ഷോർട്ടായ പ്രാർത്ഥനയാണ്, ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. മനുഷ്യൻ, അവന്റെ അവസാനത്തെ മുസ്ലിമായ മനുഷ്യൻ ഹജ്ജ് നിർബന്ധമാകുമ്പോൾ, ഉംറ നിർബന്ധമാകുമ്പോൾ, അവൻ പുണ്യഭൂമിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവൻ മക്കയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. അത് ഖുർആനിൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അതിന്റെ ഉള്ളടക്കം എന്താണ്? അത് വളരെ അർത്ഥഗാംഭീര്യമുള്ള ഉള്ളടക്കമാണ്. ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണം, ആഖിറത്തിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണം. വഖിനാ അദാബന്നാർ എന്നതോടൊപ്പം നരകത്തിലിട്ട് ഞങ്ങളെ മോചിപ്പിക്കുകയും വേണം. ഇതിലപ്പുറം വേറെ എന്താണ് ഒരു മനുഷ്യന് വേണ്ടത്? ദുനിയാവ് നന്നായി കിട്ടുക, പരലോകം നന്നായി കിട്ടുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. ഇതല്ലേ നമ്മുടെ ജീവിത ലക്ഷ്യം. ഈ ലക്ഷ്യമാണ് ആ പ്രാർത്ഥനയിലുള്ളത്. എന്നതുപോലെയുള്ളതായ ലക്ഷ്യമാണ് ഇന്ന് മക്ക ഇമാം നമ്മളെ കേൾപ്പിച്ചതായ ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നാം റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂൻ എന്ന് ഈ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തിൽ നാം പറയുന്നതായ ഭാഗമാണ് വജഅൽ ഹയാത സിയാദത ലനാ ഫീ കുല്ലി ഖൈർ. ഞാൻ ജീവിക്കുന്ന ജീവിതം അത് എത്ര കൊല്ലം ജീവിക്കട്ടെ, അത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം നന്മ വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ, നന്മ വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള ജീവിതമാക്കി മാറ്റണേ റബ്ബേ. വജഅൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർ, അല്ലെങ്കിൽ റാഹത്തൻ ലനാ മിൻ കുല്ലി ശർ. ഞങ്ങളുടെ മരണം അത് എല്ലാ ശർറായ കാര്യങ്ങളിൽ നിന്നിട്ട് മോചിക്കാനുള്ളതായ, റാഹത്ത് ലഭിക്കാനുള്ളതായ ഒരു മാധ്യമമാക്കി മാറ്റണേ റബ്ബേ ഞങ്ങളുടെ മരണം എന്നതാണ് ആ പ്രാർത്ഥനയുടെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. അപ്പോൾ അത് തന്നെയാണ് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ പഠിപ്പിച്ചത്. വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ, എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ എന്നെ വല്ലരും എന്റെ മതത്തിൽ, എന്റെ ദീനിൽ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്നെ പരീക്ഷിക്കാൻ, എനിക്ക് ഫിത്ന ഉണ്ടാക്കാൻ, അഥവാ പരീക്ഷണം ചിലപ്പോൾ നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചോളണമെന്നില്ല. ദീനിലാണെങ്കിൽ പിന്നെ പറയേണ്ടതുമില്ല. അടിമകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളക്കാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് കോലപ്പെടുന്നത് ഞാൻ പറഞ്ഞുതരാം. നിരീശ്വരവാദികൾ വേറെ, നിർമ്മതവാദികൾ വേറെ,
വേറെ, 3 വക്തുകാർ വേറെ, ഖുർആൻ നിഷേധികൾ വേറെ, അതുപോലെ പല പല രാവിലെ മുസ്ലിമായവൻ വൈകുന്നേരം കാഫറാകുന്നു, വൈകുന്നേരം മുസ്ലിമായവൻ രാവിലെ കാഫറാകുന്നു റസൂൽ പറഞ്ഞതായ ആ കാലഘട്ടത്തിലായോ ഇപ്പോൾ, ആ കാലഘട്ടത്തിലേക്ക് എത്തിയോ ഇപ്പോൾ എന്ന് നാം പേടിച്ചു പോകുന്ന രൂപത്തിലുള്ളതായ നീക്കമാണ്, നിലപാടാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഫിത്നകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ആ അപകടത്തിൽ പെട്ടുവെന്ന് പേടിക്കുന്ന സന്ദർഭത്തിൽ റബ്ബേ എന്നെ നീ മരിപ്പിക്കണം റബ്ബേ. അപ്പോൾ നാം മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഘട്ടമാണ്. നമ്മുടെ ആദർശം നഷ്ടപ്പെട്ടു പോകുന്നതായ അപകടത്തിലേക്ക് എത്തുമെന്ന് കണ്ടാൽ എന്നെ നീ മരണപ്പെടുത്താണ് റബ്ബേ, ഈ അപകടത്തിൽ പെട്ടുപോകുന്നതിനേക്കാളും നല്ലത് എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായിട്ട് കാണാം, പ്രാർത്ഥിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുക്കും നിങ്ങളിൽ ഉത്തമർ ആരാണ്? മൻ താല ഉംറുഹു വഹസുന അമലുഹു. നിങ്ങളിൽ ഉത്തമർ നല്ല നീണ്ട ജീവിതം ജീവിച്ചവർ, അതേ സമയത്ത് നല്ല അമലുകൾ ചെയ്തവർ, ധാരാളം ജീവിച്ചവർ, നല്ല അമലുകൾ ചെയ്തവർ. ഷർറുക്കും നിങ്ങളിൽ ഏറ്റവും ദുഷ്ടരാരാണ്? ഏറ്റവും കുറവുള്ളവരാരാണ്? ഏറ്റവും ഷർറുള്ളവരാരാണ്? മൻ താല ഉംറുഹു, അവൻ വളരെ കൂടുതൽ ജീവിക്കുന്നു, വസാ അമലുഹു, അവന്റെ അമല് വെടക്കായ അമലായി മാറുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർ ഏറ്റവും വെടക്കായ, ഏറ്റവും ഗതികെട്ട ജീവിതം ജീവിക്കുന്ന വിഭാഗമാണ്. ഏറ്റവും ഗതികെട്ടതായ ഹയാത്താണ് അവരുടെ ഹയാത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളോട് ഈ സൈസിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥന ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കാം. മദീന ഇമാമ് എന്ന് ഡോക്ടർ ഷെയ്ഖ് അഹമ്മദ് താലിബ് സംസാരിച്ച വിഷയം ഇപ്പോൾ നാം കേട്ടതായ കാര്യങ്ങളെ പോലത്തെ അതിനോട് തുല്യതയുള്ളതായ ഭാഗങ്ങളൊക്കെ അതിലുണ്ട്. അദ്ദേഹം ഓതിയതായ ആയത്തിൽ കാണാം, വലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദ് വഇലല്ലാഹി തുർജഉൽ ഉമൂർ. ആകാശത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിന്റെ കസ്റ്റഡിയിലാണ്, എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹുവാണ് എല്ലാറ്റിനെയും ഭരിക്കുന്നവനും എല്ലാറ്റിനെയും തദ്ബീർ നടത്തുന്നവൻ അള്ളാഹു മാത്രമാണ്. അങ്ങനെയുള്ള ആ അള്ളാഹുവിന്റെ അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ എത്ര തന്നെ കദ് നമ്മുടെ ഇഹലോകത്തിന് വേണ്ടി നാം ചെയ്യുന്നുണ്ടോ, അഥവാ കദ് എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ, പ്രയാസപ്പെടുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നതാണ്. അത് മുസ്ലിങ്ങളും ചെയ്യും, അമുസ്ലിങ്ങളും ചെയ്യും, അള്ളാഹുൽ വിശ്വസിച്ചവരും ചെയ്യും, വിശ്വസിക്കാത്തവരും ചെയ്യും. ഇവിടെ ജീവിക്കുമ്പോൾ വേണ്ടി വരുന്നതായ ഒരു അനിവാര്യമായ ഭാഗമാണ് റിസ്ക് നേടിയെടുക്കാൻ, സമ്പാദ്യം നേടിയെടുക്കാൻ. യാത്ര പോകേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും, ഉറക്കൊഴിയേണ്ടി വരും, കദ് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ഫضل കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പരലോകമോക്ഷം, പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് ഒരാൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു, ധാരാളം അമലുകൾ ചെയ്തു, ധാരാളം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കിയിട്ട് വിധികൾ ജീവിതത്തിൽ പകർത്തി വിലക്കുകൾ ഒഴിവാക്കി നിന്നു. ഇങ്ങനെയെല്ലാം ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ റസൂൽ പറയുന്നു, ലയ്യദ്ഖുല അഹദുകുമുൽ ജന്ന, ആർക്കും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല ബിഅമലിഹി, അവന്റെ അമല് കൊണ്ട് മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്കും സാധിക്കൂലേ റസൂലേ എന്ന് അവിടുന്ന് ചോദിക്കപ്പെട്ടു എന്നാണ് ഈ ഹദീസിൽ. അപ്പോൾ റസൂൽ പറഞ്ഞു, എനക്കും സാധിക്കുന്നതല്ല, ഇല്ല യതഗമ്മദനില്ലാഹു ബിറഹ്മതി, അള്ളാഹുവിന്റെ അനുഗ്രഹം എന്നെ പൊതിഞ്ഞാലല്ലാതെ എന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം ദുനിയാവ് സമ്പാദിക്കാനും അള്ളാഹുവിന്റെ അനുഗ്രഹം വേണം, പരലോകം സമ്പാദിക്കാനും അള്ളാഹുവിന്റെ അനുഗ്രഹം വേണം, സ്വർഗത്തിൽ കടക്കാനും അള്ളാഹുവിന്റെ അനുഗ്രഹം വേണം. അള്ളാഹുവിന്റെ കയ്യിലാണ് ദുനിയാവ്, അള്ളാഹുവിന്റെ കയ്യിലാണ് ആകാശം, അള്ളാഹുവിന്റെ കയ്യിലാണ് ഭൂമി, അള്ളാഹുവാണ് എല്ലാറ്റിനെയും കൈയാളുന്നവൻ എന്നതായ ആ തത്വം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മദീന ഇമാം സംസാരിക്കാൻ ആരംഭിച്ചത്. നാം പ്രയാസപ്പെടുന്ന പ്രയാസത്തെക്കുറിച്ച് അള്ളാഹ് പറയുന്ന ശൈലിയും അദ്ദേഹം ഖുർആനിലൂടെ ഓതി പഠിപ്പിക്കുകയുണ്ടായി. മൻ ജാഹദ ഫഇന്നമാ യുജാഹിദു ലിനഫ്സി, ആരെങ്കിലും എന്തെങ്കിലും പ്രയത്നങ്ങൾ പ്രയത്നിക്കുകയാണെങ്കിൽ അവൻ പ്രയത്നിക്കുന്നത്, അവൻ ജിഹാദ് ചെയ്യുന്നത്, അവൻ പരിശ്രമിക്കുന്നത്, അവൻ യത്നിക്കുന്നത്, അവൻ നമസ്കരിക്കുന്നത്, അവൻ നോമ്പ് പിടിക്കുന്നത്, അവൻ സക്കാത്ത് കൊടുക്കുന്നത്, അവൻ അമൽ ചെയ്യുന്നത് എന്തിനാണ്? അവന്റെ ശരീരത്തിന് വേണ്ടിയാണ്, അവന്റെ മോചനത്തിന് വേണ്ടിയാണ്, അവന്റെ വിജയത്തിന് വേണ്ടിയാണ്. ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ, ലോകരെ തൊട്ട് അള്ളാഹു ഐശ്വര്യവാനാണ്. ലോകരുടെ പ്രാർത്ഥന അള്ളാഹുവിന് ആവശ്യമില്ല, ലോകരുടെ നിസ്കാരം അള്ളാഹുവിന് ആവശ്യമില്ല, സൃഷ്ടികളുടെ നിസ്കാരമോ പ്രാർത്ഥനയോ ഇബാദത്തോ അള്ളാഹുവിന് ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യവാനാണ് എന്ന ആയത്ത് ഓതിയും കൊണ്ടാണ് മദീന ഇമാമ് ഇന്ന് വിശുദ്ധ മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മിമ്പറുള്ള സ്ഥലത്തുള്ളതായ മിമ്പറിന്റെ മീതെ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതായ കാര്യങ്ങളിൽ ഉൾക്കൊള്ളുന്നത്, ലൻ തമൂത നഫ്സുൻ ഹത്താ തസ്തക്മില റിസ്ഖഹാ, ഒരു നഫ്സും ഇവിടെ മരിക്കാൻ സാധിക്കുന്നതല്ല, അള്ളാഹു നിർണയിച്ചതായ ഭക്ഷണം അവൻ തിന്നുന്നത് വരെ. ആ ഭക്ഷണം റിസ്ഖ് അവൻ ഇവിടെ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ തെറ്റായ ഭാഗങ്ങളിലൂടെ അവൻ സമ്പാദിക്കരുത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. നല്ല
രൂപത്തിൽ സമ്പാദിക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ്. നല്ല രൂപത്തിൽ സമ്പാദിക്കുന്ന സമ്പാദ്യം അല്പമായിരുന്നാലും വിരോധമില്ല, അതിൽ കൂടി പ്രീതി അടയുക എന്നതാണ് വേണ്ടത് എന്ന് ഇന്ന് മക്ക ഇമാം പറഞ്ഞ ഭാഗങ്ങളിൽ ചില ഭാഗങ്ങൾ അതിലുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ മദീന ഇമാമും കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ളതായ സമ്പത്ത് അത് അല്പമായിരുന്നാലും, നമുക്ക് അല്ലാഹു നേടി തന്നതായ റിസ്ഖ് അത് അല്പമായിരുന്നാലും അതുകൊണ്ട് പ്രീതി അടയുക, അതുകൊണ്ട് തൃപ്തിപ്പെടുക എങ്കിൽ അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യും, അള്ളാഹു അതിൽ പവിത്രത നൽകും, അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത്. തൂബാ ലിമൻ അഹ്സന വതഅ റബ്ബഹു വഹദ്ദബ നഫ്സഹു വഹസ്ന ഖുലുഖഹു. ഒരു മനുഷ്യൻ വിജയിയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി വിജയിച്ചു. ആരാണവൻ? അതഅ റബ്ബഹു, റബ്ബിനെ അവൻ അനുസരിച്ചു, റബ്ബിനെ അവൻ അനുസരിച്ചു, റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചു, അവന്റെ ശരീരത്തെ സംസ്കരിച്ചെടുത്തു, പരിഷ്കരിച്ചെടുത്തു, അള്ളാഹു കൽപ്പിച്ചതുപോലെ അവന്റെ സ്വഭാവത്തെ നന്നാക്കിയെടുത്തു, അവന്റെ ജീവിത രീതിയെ നന്നാക്കിയെടുത്തു, അവൻ തന്നുന്ന ഭക്ഷണത്തെ നന്നാക്കിയെടുത്തു. അങ്ങനെയുള്ളവരാണ് വിജയികൾ. അതുപോലെ തന്നെ ഒരു മനുഷ്യന് വിജയിയാണ് അവൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന അനുസരിച്ച് സുന്നത്ത് ചെയ്ത് ബിദ്അത്ത് ഒഴിവാക്കി ജീവിക്കാൻ തീരുമാനിച്ചു. എന്തെല്ലാം റസൂൽ കൽപ്പിച്ച കൽപ്പനകളുണ്ടോ അതെല്ലാം സുന്നത്താണ്, അതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട ഭാഗമാണ്, അതെല്ലാം റസൂലുള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണമെന്ന കൽപ്പന ജീവിതത്തിൽ പകർത്തുന്നവർ കാട്ടുന്നതായ ഭാഗമാണ്. അതേ സമയത്ത് ആരാണ് വിജയി? ബിദ്അത്തിനെ ഉപേക്ഷിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാത്ത, കൽപ്പിക്കാത്ത എന്തെല്ലാം ഇവിടെ ജനങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ടോ, അത് ജന്മദിനാഘോഷം ആവട്ടെ, മരണദിനാഘോഷമാവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടാനുസരം ഉണ്ടാക്കിയതായ എന്തെല്ലാം ദീനിലില്ലാത്തതായ ചടങ്ങുകൾ ദീനിന്റെ പേരിൽ ചെയ്യുന്നത് അതെല്ലാം ബിദ്അത്തുകളാണ്. അങ്ങനെയുള്ള ബിദ്അത്തുകളെ ഒഴിവാക്കി നിന്നവന് വിജയി എന്ന് മദീന ഇമാമ് ഇന്ന് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നാം ഇത്തരം കാര്യങ്ങൾ മുമ്പിൽ വെച്ച് ജീവിക്കുമ്പോൾ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതായ ആയത്ത് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, പരലോകമാണ് ഏറ്റവും ഉത്തമമായ ലോകം, പരലോക ജീവിതമാണ് ഏറ്റവും ഉത്തമമായ ജീവിതം. വഅബ്ഖാ, അതാണ് ഏറ്റവും സ്ഥിരമായി ജീവിക്കാൻ പറ്റുന്നതായ ജീവിതം. ഇവിടെ അതല്ല, ഇവിടെയുള്ളത് നശ്വരമാണ്, ഇവിടെ ശാശ്വതമല്ല, അവിടെ ശാശ്വതമാണ്. ഇന്ന സഈദ മൻ ഇഖ്താറൽ ബാഖിയ, യഥാർത്ഥത്തിൽ വിജയി ആരാണ്? നിലനിൽക്കുന്ന, സ്ഥിരമായി നിൽക്കുന്ന, നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്ന ആ ജീവിതത്തെ സെലക്ട് ചെയ്തവരാണ്. ഖൈറുൻ നാസി മൻ ജാഹദ വകാന മിനസ് സാലിമീൻ, ഏറ്റവും ഉത്തമമായ മനുഷ്യന്മാരാരാണ്? അവര് സുരക്ഷിതത്വമുള്ളതായ ജീവിതം കൈക്കൊള്ളാൻ വേണ്ടി പാടുപെട്ടു പരിശ്രമിച്ചു, ആ ലക്ഷ്യം നിറവേറ്റാൻ അവൻ അതിലൂടെ സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് മദീന ഇമാം തുടരുന്നു, ഫതൂബ മൻ ശഗല അമലഹു അൻ ഉയൂബിൻ നാസ്, ഒരു മനുഷ്യൻ ജനങ്ങളുടെ ഐബുകളെ തൊട്ട്, ജനങ്ങളുടെ കുറവുകൾ അന്വേഷിക്കുന്നതിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിച്ചാൽ അവന് വിജയിയായി. ജനങ്ങളുടെ കുറവിനെ അന്വേഷിക്കുന്നതിനെ തൊട്ട് രക്ഷപ്പെടാൻ അവനെന്ത് കാട്ടി, ഇവനെന്ത് കാട്ടി, അവളെന്ത് ചെയ്തു, ഇവളെന്ത് ചെയ്തു, അവളെന്തിനാണ് അങ്ങനെ പറഞ്ഞത്, ഇവനെന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അങ്ങനെ ഓരോ മറ്റുള്ളവർ ചെയ്യുന്നതായ ഉയൂബുകളെ, കുറവുകളെ എണ്ണി പറയുന്നതിൽ നിന്നിട്ട് മോചിക്കാനുള്ള ഒരാൾക്ക് സാധിച്ചാൽ അവൻ വിജയിയായി എന്ന് മദീന ഇമാം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഏറ്റവും ഷർറായ മനുഷ്യൻ, ഏറ്റവും വടക്ക് മനുഷ്യൻ, അവന്റെ ജീവിതത്തെ മറ്റുള്ളവരുടെ കുറവിന് വേണ്ടി, അവരുടെ കുറവ് അന്വേഷിക്കാൻ വേണ്ടി ജീവിച്ചവരാരുണ്ടോ അവനാണ് ഏറ്റവും ഷർറായ ജീവിതം ജീവിക്കുന്നവൻ. അവൻ എപ്പോഴും മാനസിക രോഗമായിരിക്കും, അവനെപ്പോഴും ഉറക്കം വരികയില്ല, അവന്റെ ഉറക്കത്തിൽ എപ്പോഴും പ്രയാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം അവനെ നന്നാക്കി എടുക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ കുറവും കുറ്റവും അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള മാനസിക രോഗിയായതുകൊണ്ട് ആ മാനസിക രോഗിക്ക് നല്ല രൂപത്തിൽ സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നതല്ല എന്ന് മദീന ഇമാം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഏതായാലും നീണ്ട പ്രസംഗമാണ്, നീണ്ട ഖുത്ബയാണ്, നമ്മുടെ ടൈം അവസാനിച്ചിരിക്കുകയാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായ ഉപദേശങ്ങളെ പകർത്താൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അവനെ മാത്രം ആരാധിച്ച്, അവന് മാത്രം നേർച്ചയാക്കി അറുത്ത്, അവന് മാത്രം ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളോട് വസിയത്ത് ചെയ്തതായ സഹോദര സഹോദരിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. അവരെയും നാം ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. അവരിൽ നിന്നിട്ട് ഇവിടെ വരാൻ ആഗ്രഹമുള്ളവർക്ക് മക്കയിലും മദീനയിലും വരുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും തൗഫീഖും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.